ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനമായും നമ്മുടെ LDC പരീക്ഷയിലും ഡിഗ്രി ലെവൽ പരീക്ഷ നമ്മുടെ 10th പ്രിലിംസിലും ഒക്കെ ചിലപ്പോൾ നമ്മുടെ LGSലൊക്കെ ചോദിക്കാൻ സാധ്യത കൂടിയ ഒന്നാണ് ഗാർഹിക പീഡന നിയമം. ഇപ്പോഴത്തെ പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ വരെ, ചില പരീക്ഷ 2-3 ചോദ്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. 2 ചോദ്യങ്ങൾ പലപ്പോഴും ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഗാർഹിക പീഡന നിയമം. അപ്പൊ അതുമായി സമഗ്രമായ സമ്പൂർണമായ ഒരു ക്ലാസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഏറ്റവും മികച്ച ആധികാരികമായ മെറ്റീരിയൽസ് വെച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് പരീക്ഷകൾ ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ഒന്നിങ്ങനെയായിരുന്നു: ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ എന്താണ് എന്നാണ്. സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. ഓപ്ഷൻ ഡി, എ, ബി ആൻഡ് സി. ഉത്തരം എ, ബി ആൻഡ് സി. അതാ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അടുത്തത്, ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? തൊഴിലിടം, സാമ്പത്തികാശ്വാസം, പ്രൊട്ടക്ഷൻ ഓഫീസർ, ശാരീരിക ആക്രമണത്തിന് വിധേയമാവുക. അപ്പൊ തൊഴിലിടമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. അടുത്തത്, ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ഉത്തരം മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം എന്നതാണ്. അടുത്തത്, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണാശ്വാസം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ്. അടുത്തത്, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? പിഴ മാത്രം, 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും, 1 വർഷം വരെ തടവോ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും, 2 വർഷം വരെ തടവോ 1,00,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും. ഉത്തരം 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും എന്നതാണ്. ഇനി അടുത്തത്, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകുമെന്നാണ്? ഉത്തരം മജിസ്ട്രേറ്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, പ്രാദേശിക NGO, പ്രൊട്ടക്ഷൻ ഓഫീസർ. ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാനാണ് മജിസ്ട്രേറ്റിനാണ് സാധിക്കുക. ഓക്കെ, ഇത്രയുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്ന പരീക്ഷകളിലെ മാത്രം ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മളിതാ ഈ ഒരു ആക്ട് ഗാർഹിക പീഡന നിയമം നമ്മളൊന്ന് വിശദമായി പഠിക്കാൻ പോകണം. കുറച്ചധികം ഉണ്ട്, കാരണം എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു ഭാഗം നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഗാർഹിക ഹിംസയിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കൽ ആക്ട് ആണ്. ആ ആക്ടിന്റെ പ്രധാന കാര്യങ്ങളൊക്കെ നമ്മൾ പോവുകയാണ്. ഒന്ന്, കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമത്തിന് അല്ലെങ്കിൽ ഹിംസയ്ക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രകാരമുള്ള അവകാശങ്ങൾ കൂടുതൽ ഫലപ്രദമായി സംരക്ഷിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കു വേണ്ടി വ്യവസ്ഥ ചെയ്യുന്ന കേന്ദ്ര നിയമമാണ് ഗാർഹിക ഹിംസയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ ആക്ട്. ഇത് 2006 ഒക്ടോബർ 26 നിലവിൽ വന്നു. മനസ്സിലാക്കുക. അപ്പൊ ഗാർഹിക പീഡനമാണ്. ഗാർഹികം എന്ന് വെച്ചാൽ കുടുംബത്തിനകത്ത്, ഗൃഹത്തിനകത്ത് അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം അല്ലെങ്കിൽ ഹിംസയ്ക്കിരയാകുന്ന സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രകാരമുള്ള അവകാശങ്ങൾ കൂടുതൽ ഫലപ്രദമായി സംരക്ഷിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്യുന്ന ഒരു കേന്ദ്ര നിയമമാണ് ഗാർഹിക ഹിംസയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ ആക്ട് അല്ലെങ്കിൽ ഗാർഹിക നിരോധന നിയമം എന്ന് പറയുന്നത്, ഗാർഹിക പീഡന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിലവിൽ വന്നത് എപ്പോഴാണ്? 2006 ഒക്ടോബർ 26. പ്രത്യേകമായി പറിച്ചു വെക്കുക. ഈ ഒരു ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് 2006 ഒക്ടോബർ 26 പക്ഷെ ആക്ടിന്റെ പേര് 2005 എന്നാണ്. 2005 ആക്ടാണ്, പക്ഷെ 2006 ഒക്ടോബർ 26 നിലവിൽ വന്നത് എന്ന് കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, 2006 ഒക്ടോബർ 26 നിലവിൽ വന്നു. ഈ ആക്ട് പ്രകാരം ഗാർഹിക ബന്ധുത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഗാർഹിക ബന്ധുത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അടുത്ത പരീക്ഷയിൽ ഒരു ചോദ്യം അതായിരിക്കാം, ഓർത്തു വെക്കുക. രക്തബന്ധം കൊണ്ടോ വിവാഹം മൂലമോ വിവാഹിതരാകാതെ ദമ്പതികളെ പോലെ താമസിക്കുകയോ ദത്തെടുക്കൽ മൂലമുണ്ടായ ബന്ധത്തിലോ കുടുംബാംഗങ്ങൾ ഒരു കൂട്ടുകുടുംബമായി ഒരുമിച്ച് താമസിക്കുമ്പോഴോ ഉണ്ടാകുന്ന ബന്ധമാണ്. അപ്പൊ ഗാർഹിക ബന്ധുത്വം എന്നതുകൊണ്ട് ഈ ആക്ട് പ്രകാരം അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ രക്തബന്ധം കൊണ്ടുണ്ടാവാം, അതല്ലെങ്കിൽ വിവാഹം മൂലമോ അല്ലെങ്കിൽ വിവാഹിതരാകാതെ ദമ്പതികളെ പോലെ താമസിക്കുക, നമ്മൾ ലിവിങ് ടുഗദർ എന്ന് പറയുന്നില്ലേ, ആ ഒരു സംഭവം, അതോ അല്ലെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ ദത്തെടുക്കില്ലേ, അങ്ങനെ ദത്തെടുക്കൽ മൂലം ഉണ്ടായ ബന്ധത്തിലോ കുടുംബാംഗങ്ങൾ ഒരു കൂട്ടുകുടുംബമായി ഒരുമിച്ച് താമസിക്കുമ്പോഴോ ഉണ്ടാകുന്ന ബന്ധമാണ് ഗാർഹിക ബന്ധുത്വം എന്ന് പറയുന്നത്.
ഏതെങ്കിലും കാലത്ത് ഒരുമിച്ച് താമസിച്ചാലും അത് ഗാർഹിക ബന്ധുത്വത്തിൽ പെടുന്നു എന്ന് കൂടി ഓർക്കുക. അതായത് മുൻപ് ഏതെങ്കിലും സമയത്ത് ഒരുമിച്ച് താമസിച്ചു എന്ന് കരുതുക, ഇപ്പൊ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ അങ്ങനെ താമസിച്ചു പിന്നീട് സെപ്പറേറ്റ് ആയി പോയാലും അത് പിന്നീട് ഗാർഹിക ബന്ധുത്വത്തിൽ പെടുന്നു എന്ന് ഓർക്കുക. ഗാർഹിക ബന്ധത്തിൽപ്പെട്ട അംഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പീഡനമാണ് ഗാർഹിക പീഡനം. ഓക്കെ, ഗാർഹിക ബന്ധത്തിൽപ്പെട്ട അതായത് ഈ ബന്ധത്തിൽപ്പെട്ട അംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന പീഡനമാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സങ്കടകക്ഷി എന്നാൽ എന്താണ്? സങ്കടകക്ഷി എന്താണ്? സങ്കടകക്ഷി എന്നാൽ എതിർകക്ഷിയുമായി ഗാർഹിക ബന്ധമുള്ളതോ ഗാർഹിക ബന്ധത്തിൽ പെട്ടതും എതിർകക്ഷിയാൽ ഗാർഹിക പീഡനത്തിന് ഇരയായതായി ആരോപിക്കപ്പെട്ടിട്ടുള്ളതുമായ ഏതെങ്കിലും സ്ത്രീ എന്നാണ് അർത്ഥമാകുന്നത്. അപ്പോൾ സങ്കടകക്ഷി എന്നാൽ എതിർകക്ഷിയായി ഗാർഹിക ബന്ധമുള്ളതോ അല്ലെങ്കിൽ ഗാർഹിക ബന്ധത്തിൽ പെട്ടതും എതിർകക്ഷിയാൽ ഗാർഹിക പീഡനത്തിന് ഇരയായതായി ആരോപിക്കപ്പെട്ടിട്ടുള്ളതുമായ ഏതെങ്കിലും ഒരു സ്ത്രീ എന്നാണ് സങ്കടകക്ഷി എന്നതിന് അർത്ഥം. ഓക്കെ, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഇനി ഗാർഹിക ഹിംസ എന്നതിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നു. അതായത് ഗാർഹിക ഹിംസ എന്നതിൽ താഴെ പറയുന്നവ ഉൾപ്പെടുന്നു. ഒന്നിങ്ങനെയാണ്, കൃത്യമായി നോക്കുക. സങ്കടക്കാരിയുടെ ശാരീരികവും ലൈംഗികവും വാക്കാലും വൈകാരികമായും ധനപരമായുമുള്ള അവമാനത്തിന് കാരണമാകുന്നതും അവളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം, സുരക്ഷ, ജീവൻ, അവയവം, സ്വസ്ഥത എന്നിവയെ ക്ഷതപ്പെടുത്തുന്നതോ അപകടപ്പെടുത്തുന്നതോ അതിന് പ്രേരിപ്പിക്കുന്നതോ ആയ രീതിയിലുള്ള പെരുമാറ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണത് അല്ലെ. ഗാർഹിക പീഡനം എന്ന് പറയുന്നത് സങ്കടക്കാരിയെ ശാരീരികവും ലൈംഗികവും വാക്കാലും ഇനിയിപ്പോ വൈകാരികപരമായും ധനപരമായുള്ള അപമാനത്തിന് കാരണമാക്കുന്നതും ഒന്ന്. അതായത് ശാരീരികമായ അപമാനം, ലൈംഗികമായ അപമാനം, വാക്കാലുള്ള അപമാനം, വൈകാരികമായ അപമാനം, ധനപരമായ അപമാനം, ഇങ്ങനെ അവമാനത്തിന് കാരണമാക്കുന്നതും അവളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം, സുരക്ഷ, ജീവൻ, അവയവം, സ്വസ്ഥത എന്നിവയെ ക്ഷതപ്പെടുത്തുന്നതോ അപകടപ്പെടുത്തുന്നതോ അതിന് പ്രേരിപ്പിക്കുന്നതോ ആയ രീതിയിലുള്ള പെരുമാറ്റം ഈ ഗാർഹിക ഹിംസ എന്നതിൽ പെടുന്നു. 2, സ്ത്രീധനത്തിനോ സ്വത്തുക്കൾക്കോ മൂല്യമുള്ള ഈടിനോ വേണ്ടി നിയമാനുസൃതമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് സങ്കടക്കാരിയെയോ അവളുമായി ബന്ധമുള്ള ഏതെങ്കിലും ആളിനെയോ ഭീഷണിപ്പെടുത്തുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടി ശല്യം ചെയ്യുകയോ അപകടപ്പെടുത്തുകയോ ക്ഷതപ്പെടുത്തുകയോ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെയൊക്കെ ഇന്നർ മീനിങ് കൂടി നമ്മൾ നോക്കണം കേട്ടോ. അതായത് സ്ത്രീധനത്തിനോ സ്വത്തുക്കൾക്കോ മൂല്യമുള്ള ഈടിനോ വേണ്ടി, അതാണ്, ഒന്നുകിൽ സ്ത്രീധനത്തിനാവാം, അല്ലെങ്കിൽ സ്വത്തുക്കൾക്കാവാം, അല്ലെങ്കിൽ മൂല്യമുള്ള ഈടിനു വേണ്ടിയോ നിയമാനുസൃതമല്ലാതെ ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിന് സങ്കടക്കാരിയെയോ അവളുമായി ബന്ധമുള്ള ഏതെങ്കിലും ആളിനെയോ, അതാണ് ഇമ്പോർട്ടന്റ്, അതായത് അവളുമായി ബന്ധമുള്ള ഏതെങ്കിലും ആളിനെയോ ഭീഷണിപ്പെടുത്തുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടി ശല്യം ചെയ്യുകയോ അപകടപ്പെടുത്തുകയോ ക്ഷതപ്പെടുത്തുകയോ ചെയ്യുന്നതും വരും. അതായത് സങ്കടക്കാരിയെ മാത്രമല്ല, സങ്കടക്കാരിയുമായി ബന്ധമുള്ള ആളിനെയും ഭീഷണിപ്പെടുത്തുന്നതും, അതായത് സ്ത്രീധനത്തിന് വേണ്ടി അവളുടെ കുടുംബക്കാരെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരോട് ഇതാക്കുന്നു, അതൊക്കെ ഇതിൽ ഉൾപ്പെടുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സങ്കടക്കാരിയെയോ അവളുമായി ബന്ധമുള്ള ആളിനെയോ ഭീഷണിപ്പെടുത്തുന്നത് അതുണ്ട്. ഓക്കെ, ഇനി സങ്കടക്കാരിയെയോ മറ്റു വിധത്തിൽ മുറിപ്പെടുത്തുകയോ ശാരീരികമോ മാനസികവുമായ ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതോ ആയ പെരുമാറ്റം അതുകൂടി പറയുന്നുണ്ട്. പിന്നെ ശാരീരിക അപമാനം എന്നതിൽ ദേഹോപദ്രവം, ശിക്ഷാർഹമായ ഭയപ്പെടുത്തൽ, ബലപ്രയോഗം എന്നിവ ഉൾപ്പെടെ ശാരീരിക വേദനയ്ക്കോ ദുരിതത്തിനോ ഇടയാക്കുകയോ ജീവനോ അവയവത്തിനോ ആരോഗ്യത്തിനോ അപകടമുണ്ടാക്കുകയോ ആരോഗ്യത്തിനോ വളർച്ചയ്ക്കോ കോട്ടം വരുത്തുകയോ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ശാരീരിക അപമാനം എന്നതിൽ ഉൾപ്പെടുന്നു. ലൈംഗിക അപമാനം എന്നതിൽ സ്ത്രീകളെ അവമാനിക്കുന്നതിനോ തരം താഴ്ത്തുന്നതിനോ നിന്ദിക്കുന്നതിനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ലൈംഗിക സ്വഭാവമുള്ള പ്രവൃത്തി എന്നിവ ഉൾപ്പെടുന്നു. അതാണ് ലൈംഗിക അപമാനം എന്ന് പറയുന്നത്. ഈ 2 പോയിന്റുകൾ കൃത്യമായി നോട്ട് ചെയ്യുക. ഇനി വാക്കാലും വികാരോദ്ദീപകവുമായ അപമാനം എന്നതിൽ, അതായത് ആക്ഷേപിക്കുക, അപമാനിക്കുക, ചീത്ത വിളിക്കുക, പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുകയോ ആൺകുഞ്ഞിനെ പ്രസവിക്കാതിരിക്കുകയോ ചെയ്തതിന് അപമാനിക്കുക. ഓക്കെ, അതായത് വാക്കാലും വികാരോദ്ദീപകവുമായ അപമാനം അങ്ങനെയുണ്ട്. അതിൽ ആക്ഷേപിക്കുക, അപമാനിക്കുക, എന്തിന് ചീത്ത വിളിച്ചാൽ പോലും, അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞ് ജനിക്കാതിരുന്നാൽ അത് നിന്റെ കുഴപ്പമാണെന്നൊക്കെ പറയുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, അത്. ഇനി ആൺകുഞ്ഞിനെ പ്രസവിക്കാതിരിക്കുകയോ ചെയ്തതിന് അവമാനിക്കുക. അതുപോലെ സങ്കടകക്ഷിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരിക വേദന ഉണ്ടാക്കുമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുക എന്നിവ, അതായത് സങ്കടകക്ഷി ആരാണോ അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ശാരീരിക വേദന മനഃപൂർവ്വം ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നില്ലേ, അതൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇനി സാമ്പത്തിക അപമാനം എന്നതിൽ ഉൾപ്പെടുന്നത് എന്താണ്? സങ്കടകക്ഷിക്കും അവളുടെ കുട്ടികൾക്കും വേണ്ട ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പണം, സ്ത്രീധനം, അവർക്ക് കൂട്ടായോ പ്രത്യേകമായോ ഉടമസ്ഥതയുള്ള വസ്തുഭാഗം വെച്ച വീടിന്റെ വാടക,
ജീവനാംശം എന്നിവയും അവർക്കാവശ്യമുള്ളതും നിയമപ്രകാരമോ നാട്ടാചാര പ്രകാരമോ അവർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതും കോടതി ഉത്തരവ് പ്രകാരമോ മറ്റു വിധത്തിലോ നൽകേണ്ടതുമായ സാമ്പത്തിക വിഭവങ്ങളും നഷ്ടപ്പെടുത്തുക. അത് സാമ്പത്തിക അപമാനം എന്നതിലും, അതായത് സങ്കടകക്ഷിക്കും അവളുടെ കുട്ടികൾക്കും വേണ്ട ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പണം അല്ലെങ്കിൽ സ്ത്രീധനം അല്ലെങ്കിൽ അവർക്ക് കൂട്ടായോ പ്രത്യേകമായോ ഉടമസ്ഥതയിലുള്ള വസ്തു നമ്മുടെ വീടിന്റെ ഭാഗം വെച്ച വാടക അല്ലെങ്കിൽ ജീവനാംശം എന്നിവയും അവർക്ക് ആവശ്യമുള്ളതും നിയമപ്രകാരമോ നാട്ടാചാര പ്രകാരമോ അവർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതും കോടതി ഉത്തരവ് പ്രകാരമോ മറ്റു വിധത്തിലോ നൽകേണ്ടതുമായ സാമ്പത്തിക വിഭവങ്ങളും നഷ്ടപ്പെടുത്തുക. അത് സാമ്പത്തിക അപമാനമാണ്. ഇനി സ്ത്രീധനമായി ലഭിച്ചതോ ഗാർഹിക ബന്ധം മൂലം അവകാശം ഉണ്ടായിരിക്കുന്നതായ കുടുംബ വസ്തുക്കൾ, പ്രത്യേകമായോ കൂട്ടായോ കൈവശം വെച്ചിരിക്കുന്ന മറ്റു വസ്തുക്കൾ എന്നിവ കൈമാറ്റം ചെയ്യൽ, സ്ഥാവര ജംഗമ വസ്തുക്കൾ, മൂല്യമുള്ള വസ്തുക്കൾ, ഓഹരികൾ, കടപ്പത്രങ്ങൾ, അതുപോലുള്ള മറ്റു വസ്തുക്കൾ എന്നിവ അന്യാധീനപ്പെടുത്തൽ, അതും ഇതിൽ വിടുന്നുണ്ട്, സാമ്പത്തിക അപമാനമാണ്. ഇനി ഗാർഹിക ബന്ധം മൂലം ഉപയോഗിക്കുവാനും അനുഭവിക്കുവാനും അവകാശപ്പെട്ട ധനവിഭവങ്ങൾ ലഭിക്കുന്നതും ഭാഗം വെച്ച വീട്ടിലേക്കുള്ള പ്രവേശനം തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നിവ ഉൾപ്പെടുന്നു. അതായത് ഗാർഹിക ബന്ധം മൂലം ഉപയോഗിക്കുവാനും അനുഭവിക്കുവാനും അവകാശപ്പെട്ട ധനവിഭവങ്ങൾ ലഭിക്കുന്നതും ഭാഗം വെച്ച വീട്ടിലേക്കുള്ള പ്രവേശനം തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നിവ ഉൾപ്പെടുന്നു. അതുപോലെ ഗാർഹിക ഹിംസ ചെയ്തുവെന്നോ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നോ വിവരം ലഭിച്ച ആൾക്ക് അതേക്കുറിച്ച് ബന്ധപ്പെട്ട സംരക്ഷണ ഉദ്യോഗസ്ഥന് വിവരം നൽകാവുന്നതാണ്. അപ്രകാരം വിവരം നൽകുന്നയാളിന് സിവിലോ ക്രിമിനലോ ആയ യാതൊരുവിധ ബാധ്യതയും വരുത്തുന്നതില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയി വെക്കാം. അതായത് ഗാർഹിക ഹിംസ ചെയ്തുവെന്നോ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന വിവരം ലഭിച്ച ആൾക്ക് അതേക്കുറിച്ച് ബന്ധപ്പെട്ട സംരക്ഷണ ഉദ്യോഗസ്ഥന് വിവരം നൽകാവുന്നതാണ്. അതെന്താണ്, സിവിലോ ക്രിമിനലോ ആയ യാതൊരു ബാധ്യതയും വരുത്തുന്നതല്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഇനി ഗാർഹിക ഹിംസയെക്കുറിച്ച് പരാതിയോ റിപ്പോർട്ടോ ലഭിക്കുകയോ ഗാർഹിക ഹിംസ നടന്ന സ്ഥലത്ത് എത്തുകയോ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ സംരക്ഷണ ഉദ്യോഗസ്ഥനോ സേവനദാതാവോ മജിസ്ട്രേറ്റോ സങ്കടകക്ഷിക്ക് ഒരു സംരക്ഷണ ഉത്തരവ്, പണസംബന്ധമായ നിവൃത്തിക്കുള്ള ഉത്തരവ്, വാസസ്ഥലത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാര ഉത്തരവ് എന്നിവ കിട്ടുവാൻ അവകാശമുണ്ടെന്നും സേവനദാതാവിന്റെയും സംരക്ഷണ ഉദ്യോഗസ്ഥനെയും സേവനം ലഭ്യമാണെന്നും സൗജന്യ നിയമസഹായം കിട്ടുന്നതിന് അവകാശമുണ്ടെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമസംഹിതയിലെ 498A വകുപ്പ് അനുസരിച്ച് പരാതി കൊടുക്കാൻ അവകാശമുണ്ടെന്നും സങ്കടകക്ഷിയെ അറിയിക്കേണ്ടതാണ്. അതാരാണ്? ഈ പറയുന്ന ആളുകളാണ്. ഒന്നുകിൽ പോലീസ് ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ സംരക്ഷണ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ സേവനദാതാവ്, അല്ലെ മജിസ്ട്രേറ്റ്. ഇവർ പറയാം എന്ത് വേണം? ഒരു സംരക്ഷണ ഉത്തരവ് കിട്ടും. ഒരു സംരക്ഷണ ഉത്തരവിന് അവകാശമുണ്ട്. പണസംബന്ധമായ നിവൃത്തിക്കുള്ള ഉത്തരവുണ്ട്, വാസസ്ഥലത്തിനുള്ള ഉത്തരവുണ്ട്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവുണ്ട്. നമ്മൾ നേരത്തെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. സംരക്ഷണ ഉത്തരവ് കൊടുക്കാം, പണപരമായ അല്ലെങ്കിൽ പണസംബന്ധമായ നിവൃത്തിക്കുള്ള ഉത്തരവ്, വാസസ്ഥലത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാര ഉത്തരവ് എന്നിവ കിട്ടുവാൻ ആർക്ക് അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി സംരക്ഷണ ഉദ്യോഗസ്ഥനോ സേവനദാതാവോ സങ്കടക്കാരിക്ക് അഭയം നൽകണമെന്നോ ചികിത്സാ സഹായം നൽകണമെന്നോ അഭ്യർത്ഥിച്ചാൽ അഭയമന്ദിരത്തിന്റെ ചുമതല വഹിക്കുന്നയാളും ചികിത്സാ സൗകര്യത്തിന്റെ ചുമതലയുള്ളയാളും മേൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും സംരക്ഷണ ഉദ്യോഗസ്ഥനോ സേവനദാതാവോ ഇങ്ങനെ അഭയം നൽകണമെന്നോ ചികിത്സാ സഹായം നൽകണമെന്നോ അഭ്യർത്ഥിച്ചാൽ ആരാണോ അഭയം കൊടുക്കുന്ന അഭയമന്ദിരത്തിന്റെ ചുമതല വഹിക്കുന്നയാളും ചികിത്സാ സൗകര്യത്തിന്റെ ചുമതലയുള്ളയാളും മേൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാർ വിജ്ഞാപനം വഴി ആവശ്യമുള്ളത്രയാണ് സംരക്ഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതാണ് എന്ന് കൂടി പറയുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകൾക്കുമായി 14 സംരക്ഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല, അത്രയേ ഉള്ളൂ. ഇനി നിയമസഹായം, ചികിത്സാ സഹായം, സാമ്പത്തിക സഹായം, മറ്റു വിധത്തിലുള്ള സഹായം ലഭ്യമാകുന്ന ഉൾപ്പെടെ സ്ത്രീകളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും നിയമപരമായ മാർഗത്തിലൂടെ സംരക്ഷിക്കുന്നതിനായി സന്നദ്ധ സംഘടനകളും രജിസ്റ്റർ ചെയ്ത കമ്പനികളും സേവനദാതാക്കളായി സർക്കാരിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇപ്രകാരം രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കൾ ഗാർഹിക അതിക്രമത്തെ സംബന്ധിച്ച റിപ്പോർട്ട്, ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് DIR തയ്യാറാക്കി ആ പ്രദേശത്തെ അധികാരിയായ മജിസ്ട്രേറ്റിനും സംരക്ഷണ ഉദ്യോഗസ്ഥനും അയച്ചു കൊടുക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും അഭയമന്ദിരത്തിൽ അഭയം നൽകിയെന്ന് ഉറപ്പുവരുത്തുകയും അതിന്റെ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, DIR എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ടാണ് കേട്ടോ, അത് മനസ്സിലാക്കുക. ഇനി നിവൃത്തിക്കുള്ള ഉത്തരവുകൾ തേടുന്നതിനുള്ള നടപടിക്രമമാണ്. ഈ ആക്ട് പ്രകാരം ഒന്നോ അതിലധികമോ നിവൃത്തികൾക്കായി, അതായത് പ്രതി ഒരു മജിസ്ട്രേറ്റ് മുൻപാകെ സങ്കടക്കാരിക്കോ സംരക്ഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സങ്കടക്കാരികൾക്ക് വേണ്ടി മറ്റേതെങ്കിലും ആൾക്കോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഒരു ഉത്തരവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രതിവിധിക്ക് വേണ്ടി ഒരു മജിസ്ട്രേറ്റിന് മുൻപാകെ സങ്കടക്കാരിക്ക് മാത്രമല്ല, ഒന്നുകിൽ സങ്കടക്കാരിക്ക് അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനാരോ ആ സംരക്ഷണ ഉദ്യോഗസ്ഥന്, അതുമല്ലെങ്കിൽ സങ്കടക്കാരികൾക്ക് വേണ്ടി മറ്റേതെങ്കിലും ആൾക്കോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സങ്കടക്കാരികൾക്ക് വേണ്ടി മറ്റേതെങ്കിലും ആൾക്കോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നാണ്. ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കും. സംരക്ഷണ ഉദ്യോഗസ്ഥരിൽ നിന്നോ സേവനദാതാവിൽ നിന്നോ അദ്ദേഹത്തിന് ലഭിച്ച ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് DIR പരിഗണിച്ച ശേഷമേ മജിസ്ട്രേറ്റ് ഉത്തരവ് പുറപ്പെടുവിക്കുകയുള്ളൂ. ഗാർഹിക അതിക്രമത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പണം നൽകുന്നതിനുള്ള ഉത്തരവും
മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്നതാണ്. അതായത് ഗാർഹിക അതിക്രമത്തിൽ നിന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട് പണം നൽകുന്നതിനുള്ള ഉത്തരവ് മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്നതാണ്. നിവൃത്തിക്കുള്ള അപേക്ഷ നിശ്ചിത ഫോറത്തിൽ കൊടുക്കേണ്ടതാണ്. സംഘടകക്ഷിക്ക് ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് സൗകര്യവും ക്ഷേമ വിദഗ്ധന്റെ സേവനവും ലഭിക്കുന്നതാണെന്ന് കൂടി പറയുക. ഇനി സംഘടകക്ഷി ആവശ്യപ്പെടുകയോ മജിസ്ട്രേറ്റിന് യുക്തമെന്ന് തോന്നുകയോ ചെയ്യുന്നുവെങ്കിൽ നടപടികൾ സ്വകാര്യമായി നടത്താവുന്നതാണ്. അതായത് സംഘടകക്ഷി ആവശ്യപ്പെട്ടാൽ അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് യുക്തമെന്ന് തോന്നുകയോ ചെയ്യുന്നുവെങ്കിൽ നടപടികൾ എന്താണ്? സ്വകാര്യമായി നടത്താവുന്നതാണ്. അതുകൊണ്ട് ഇനി ഗാർഹിക ബന്ധത്തിലുള്ള ഓരോ സ്ത്രീക്കും അവൾക്ക് ഭാഗം വെച്ച വീട്ടിൽ എന്തെങ്കിലും അവകാശമോ ഉടമസ്ഥാവകാശമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ താമസിക്കുന്നതിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് ഗാർഹിക ബന്ധത്തിലുള്ള ഓരോ സ്ത്രീക്കും അവൾക്ക് ഭാഗം വെച്ച വീട്ടിൽ എന്തെങ്കിലും അവകാശമോ ഉടമസ്ഥാവകാശമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതാണ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ താമസിക്കുന്നതിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. നിയമപ്രകാരമുള്ള നടപടിക്രമം അനുസരിച്ചല്ലാതെ സംഘടകക്ഷിയെ അവിടെ നിന്നും ഒഴിപ്പിക്കാനോ ഒഴിവാക്കുവാനോ പാടില്ല. അതായത് നിയമപ്രകാരമുള്ള നടപടിക്രമം അനുസരിച്ചല്ലാതെ സംഘടകക്ഷിയെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനോ ഒഴിവാക്കാനോ പാടില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ ഇത് ചോദിച്ചേക്കാം, ഇങ്ങനെ ഒരു പോയിന്റ് നമ്മുടെ പരീക്ഷയിൽ വരാം. ഇനി സംരക്ഷണ ഉത്തരവുകളാണ്. മജിസ്ട്രേറ്റിന് ഗാർഹിക ഹിംസ അല്ലെങ്കിൽ അതിക്രമം നടന്നുവെന്നോ നടക്കുവാനിടയുണ്ടെന്നോ ബോധ്യപ്പെട്ടതിന്മേൽ സംഘടകക്ഷിക്ക് അനുകൂലമായി സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതും എതിർ കക്ഷിയെ ഏതെങ്കിലും ഗാർഹിക അതിക്രമം ചെയ്യുന്നതിൽ നിന്നും അതിന് സഹായിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിൽ നിന്നും സംഘടകക്ഷി ജോലി ചെയ്യുന്ന സ്ഥലത്തോ സംഘടക്കാരി കുട്ടിയാണെങ്കിൽ അതിന്റെ സ്കൂളിലോ അവൾ പോകുന്ന മറ്റേതെങ്കിലും സ്ഥലത്തോ പോകുന്നതിൽ നിന്നും സംഘടകക്ഷിയുമായി ഏതെങ്കിലും വിധത്തിൽ ആശയവിനിമയം നടത്തുന്നതിൽ നിന്നും മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ സ്ത്രീധനമോ കക്ഷികൾ കൈവശം വയ്ക്കുന്ന മറ്റു വസ്തുക്കളോ ഉൾപ്പെടെ കക്ഷികൾ കൂട്ടായോ എതിർ കക്ഷി ഒറ്റയ്ക്കോ ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്ന ലോക്കറുകളും ബാങ്ക് അക്കൗണ്ടുകളും പ്രവർത്തിപ്പിക്കുകയോ ഏതെങ്കിലും ആസ്തികൾ അന്യാധീനപ്പെടുത്തുകയോ സംഘടക്കാരിക്ക് സഹായം നൽകുന്ന ആളിനെ ആക്രമിക്കുകയോ ചെയ്യുന്നതിൽ നിന്നും തടയുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം അതിക്രമം നടന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടെങ്കിലോ സംഘടകക്ഷിക്ക് അനുകൂലമായി സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. അതുപോലെ എതിർ കക്ഷിക്ക് എന്താണ് അതിൽ ഈ അതിക്രമം ചെയ്യുന്നതിൽ നിന്നും അതിന് സഹായിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിൽ നിന്നും, അതുപോലെ സംഘടകക്ഷി ജോലിക്ക് പോകുന്ന സ്ഥലത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയോ കുട്ടി സ്കൂളിൽ പോകുന്ന അവിടെ പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ എന്ന ആളിനെ ആക്രമിക്കുകയോ ചെയ്യുന്നതിൽ നിന്നും തടയുന്നതാണ് പല കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ കൈവശം എതിർകക്ഷി ഒറ്റയ്ക്ക് ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടായി ഉപയോഗിക്കുന്ന ലോക്കറുകളൊക്കെ ഉണ്ടാവും, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി വാസസ്ഥലത്തെ സംബന്ധിച്ച ഉത്തരവുകൾ. ഗാർഹിക ഹിംസ അല്ലെങ്കിൽ അതിക്രമം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ മജിസ്ട്രേറ്റിന് എതിർ കക്ഷിക്ക് ഭാഗം വെച്ച വീട്ടിൽ നിയമപരമോ നീതിപൂർവമായ അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഘടക്കാരിയെ ആ വീടിന്റെ കൈവശത്തിൽ നിന്നും നീക്കം ചെയ്യുകയോ കൈവശത്തിന് വിഘ്നം വരുത്തുകയോ ചെയ്യുന്നതിൽ നിന്നും എതിർകക്ഷിയെ തടഞ്ഞുകൊണ്ടും ഭാഗം വെച്ച വീട്ടിൽ നിന്ന് എതിർകക്ഷിയെ മാറിപ്പോകാൻ നിർദ്ദേശിച്ചുകൊണ്ടും സംഘടക്കാരി താമസിക്കുന്ന വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും എതിർകക്ഷിയെ അയാളുടെ ബന്ധുക്കളെയും തടഞ്ഞുകൊണ്ടും വീട് അന്യാധീനപ്പെടുത്തുകയോ വിൽക്കുകയോ കടബാധ്യതയിൽപ്പെടുത്തുകയോ ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടും മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ ഭാഗം വെച്ച വീട്ടിലുള്ള തന്റെ അവകാശം ഉപേക്ഷിക്കുന്നതിനും എതിർകക്ഷിയെ തടഞ്ഞുകൊണ്ടും സംഘടക്കാരിക്ക് വീട്ടിൽ ലഭിച്ചിരുന്ന തരത്തിലുള്ള സ്ഥല സൗകര്യം ലഭ്യമാക്കുന്നതിന് എതിർകക്ഷിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടും അധിവാസ ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. അതായത് വാസസ്ഥലത്തെ സംബന്ധിച്ചും ഉത്തരവ് പുറപ്പെടുവിക്കാം. ഇങ്ങനെ പെട്ടെന്നൊന്നും അവരെ മാറ്റാൻ വേണ്ടി സാധിക്കില്ല. ഇനി എന്നാൽ എതിർകക്ഷി സ്ത്രീയാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരു ഉത്തരവും പുറപ്പെടുവിക്കാൻ പാടില്ല. എന്നാൽ എതിർകക്ഷി സ്ത്രീയാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരു ഉത്തരവും പുറപ്പെടുവിക്കാൻ പാടില്ല എന്ന് കൂടെ പറയുന്നുണ്ട്. ഇനി മജിസ്ട്രേറ്റിന് സംഘടക്കാരിയെയോ അവരുടെ കുട്ടിയോ സംരക്ഷണത്തിന് ആവശ്യമെന്ന് കരുതുന്ന കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തുകയോ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യാവുന്നതാണ്. അതായത് സംഘടക്കാരിയെയോ അവരുടെ കുട്ടിയോ സംരക്ഷിക്കുന്നതിന് ആവശ്യമെന്നും കരുതുന്ന കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തുകയോ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യാവുന്നതാണ്. ഗാർഹിക ഹിംസ അല്ലെങ്കിൽ അതിക്രമം തടയുന്നതിന് ഒരു ബോണ്ട് ഒപ്പിട്ട് നൽകാൻ മജിസ്ട്രേറ്റ് എതിർ കക്ഷിയോട് ആവശ്യപ്പെടാവുന്നതാണ്. സംഘടക്കാരെയും അവളെ സഹായിക്കുന്ന ആളെയും സംരക്ഷിക്കുന്നതിന് അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. സംഘടക്കാരിക്ക് അർഹതപ്പെട്ട അവളുടെ സ്ത്രീധനമോ മറ്റേതെങ്കിലും വസ്തുവോ മൂല്യമുള്ള ഈടോ അവർക്ക് തിരികെ നൽകുവാൻ എതിർ കക്ഷിക്ക് നിർദ്ദേശവും നൽകാവുന്നതാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി പണസമ്മർദ്ദമായ നിവൃത്തിക്ക് അല്ലെങ്കിൽ പ്രതിവിധിക്കായി മജിസ്ട്രേറ്റ് നൽകിയ അപേക്ഷയിന്മേൽ മജിസ്ട്രേറ്റിന് ഗാർഹിക ഹിംസ അല്ലെങ്കിൽ അതിക്രമം മൂലം സംഘടക്കാരിയായ ആളിനോ അവളുടെ കുട്ടിക്കോ നേരിടേണ്ടി വന്ന ചെലവുകൾക്കും അനുഭവിക്കേണ്ടി വന്ന നഷ്ടങ്ങൾക്കും പണസംബന്ധമായ നിവൃത്തി അല്ലെങ്കിൽ പ്രതിവിധി നൽകുന്നതിന് എതിർ കക്ഷിക്ക് നിർദ്ദേശം നൽകാവുന്നതാണ്. അതിൽ സമ്പാദ്യങ്ങളുടെ നഷ്ടം, ചികിത്സാ ചെലവുകൾ, സംഘടക്കാരിയുടെ അധീനതയിലുള്ള വസ്തുവിന്റെ നാശനഷ്ടം, നശീകരണം, നീക്കം ചെയ്യൽ മൂലമുണ്ടായ നഷ്ടം, സംഘടക്കാരിക്കും അവളുടെ മക്കൾക്കും ഉള്ള ജീവനാംശം എന്നിവ ഉൾപ്പെടുന്നതാണ്. അതായത്
ഇങ്ങനെയുള്ള അതിക്രമം മൂലം സങ്കടക്കാരിക്കോ ആളിനോ അവളുടെ കുട്ടിക്കോ നേരിടേണ്ടുന്ന ചെലവുകൾക്കും അനുഭവിക്കേണ്ടുന്ന നഷ്ടങ്ങൾക്കും അതിപ്പോ പണസംബന്ധമായ പ്രതിവിധി നൽകുന്നതിന് എതിർ കക്ഷിക്ക് നിർദ്ദേശം നൽകാം. അതിൽ സമ്പാദ്യങ്ങളുടെ നഷ്ടമുണ്ടെങ്കിൽ, ചികിത്സാ ചെലവുകൾ ഉണ്ടെങ്കിൽ, സങ്കടക്കാരുടെ അധീനതയിലുള്ള വസ്തുവിന്റെ നാശനഷ്ടം ഉണ്ടെങ്കിൽ, നശീകരണം ഉണ്ടെങ്കിൽ, നീക്കം ചെയ്യൽ മൂലമുണ്ടായ നഷ്ടമുണ്ടെങ്കിൽ സങ്കടക്കാരിക്കും അവരുടെ മക്കൾക്കും ജീവനാംശം എന്നിവ ഉൾപ്പെടുന്നതാണ്. ജീവനാംശം മാസം തോറുമോ മൊത്തം തുകയായോ നൽകാൻ ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. അതായത് ജീവനാംശം എന്നത് ഒന്നുകിൽ മാസം തോറും അല്ലെങ്കിൽ മുഴുവൻ തുകയും നൽകാൻ ഉത്തരവ് പുറപ്പെടുവിക്കാം. ഉത്തരവിൽ പറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ധനസംബന്ധമായ നിവൃത്തി എതിർകക്ഷി നൽകേണ്ടതാണ്. ഇനി കസ്റ്റഡി ഉത്തരവുകളുണ്ട്. സംരക്ഷണ ഉത്തരവിന് വേണ്ടിയുള്ള അപേക്ഷയുടെ വാദം കേൾക്കുമ്പോൾ കുട്ടിയുടെ സംരക്ഷണ ചുമതല സങ്കടക്കാരിയോ അവർക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ച ആളിനെയോ ഏൽപ്പിക്കാവുന്നതും എതിർകക്ഷിക്ക് കുട്ടികളെ സന്ദർശിക്കാൻ അനുവാദം നൽകാവുന്നതുമാണ്. എന്നാൽ എതിർകക്ഷിയുടെ സന്ദർശനം കുട്ടികളുടെ താല്പര്യത്തിന് ഹാനികരമെന്ന് മജിസ്ട്രേറ്റിന് തോന്നുന്ന പക്ഷം സന്ദർശനത്തിനുള്ള അപേക്ഷ നിരസിക്കേണ്ടതാണ്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സംരക്ഷണ ചുമതല മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ എതിർകക്ഷിക്ക് കുട്ടികളെ സന്ദർശിക്കാൻ അനുവാദം നൽകുന്നതാണ്. എന്നാൽ ഈ അനുവാദം അല്ലെങ്കിൽ ഈ എതിർകക്ഷിയുടെ സന്ദർശനം കുട്ടികളുടെ താല്പര്യത്തിന് ഹാനികരമാണെന്ന് തോന്നിയാൽ, മജിസ്ട്രേറ്റിന് തോന്നിയാൽ അതിനുള്ള അനുവാദം നിരസിക്കേണ്ടതാണ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇനി നഷ്ടപരിഹാര ഉത്തരവുകൾ എന്ന് പറയുന്നത് എതിർകക്ഷി ചെയ്ത ഗാർഹിക ഹിംസ അല്ലെങ്കിൽ അതിക്രമം മൂലം സങ്കടക്കാരിക്കുണ്ടായ മാനസിക പീഡനം, വൈകാരിക വിഷമം ഉൾപ്പെടെയുള്ള പരാതികൾക്ക് നഷ്ടപരിഹാരവും നഷ്ടത്തുകയും നൽകാൻ മജിസ്ട്രേറ്റിന് ഉത്തരവ് പാസാക്കാവുന്നതാണ്. മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിന് മുൻപാകെയുള്ള നടപടിക്രമത്തിൽ ആവശ്യമെങ്കിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. സങ്കടകക്ഷി നൽകുന്ന സത്യവാങ്മൂലത്തിന്മേൽ മജിസ്ട്രേറ്റ് എക്സ് പാർട്ടിയായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. ഈ ആക്ട് പ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് സൗജന്യമായി അപേക്ഷയിലെ കക്ഷികൾക്കും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, സേവനദാതാക്കൾ എന്നിവർക്കും നൽകേണ്ടതാണ്. മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച സംരക്ഷണ ഉത്തരവ് സങ്കടക്കാരി ആ ഉത്തരവ് റദ്ദാക്കലിന് അപേക്ഷിക്കുന്നവരെ നിലനിൽക്കുന്നതാണ്. ആവശ്യമെന്ന മജിസ്ട്രേറ്റിന് ബോധ്യമാകുന്നുവെങ്കിൽ ഉത്തരവിൽ ഭേദഗതി വരുത്തുകയോ ഉത്തരവ് റദ്ദാക്കുകയോ ചെയ്യാവുന്നതാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി സങ്കടക്കാരിയെയും എതിർകക്ഷിയെയും ബാധിക്കുന്ന നിയമ നടപടി ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപോ അതിനുശേഷമോ ആരംഭിച്ചതായാലും ഒരു സിവിൽ കോടതിയുടെയോ കുടുംബ കോടതിയുടെയോ ക്രിമിനൽ കോടതിയുടെയോ മുൻപാകെ നിവൃത്തി തേടാവുന്നതാണ്. ഒരു പോയിന്റ് ആണ്. അതായത് സങ്കടക്കാരിയെയും എതിർകക്ഷിയെയും ബാധിക്കുന്ന നിയമ നടപടി ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപോ അതിനുശേഷമോ ആരംഭിച്ചതായാലും ഒരു സിവിൽ കോടതിയുടെയോ കുടുംബ കോടതിയുടെയോ ക്രിമിനൽ കോടതിയുടെയോ മുൻപാകെ നിവൃത്തി തേടാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ആക്ട് പ്രകാരമുള്ളതല്ലാതെയുള്ള ഏതെങ്കിലും നടപടി പ്രകാരം സങ്കടകക്ഷിക്ക് നിവൃത്തി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആയത് മജിസ്ട്രേറ്റിനെ അറിയിക്കേണ്ടതാണ്. സങ്കടക്കാരിയായ ആളോ എതിർകക്ഷിയോ സ്ഥിരമായോ താൽക്കാലികമായോ താമസിക്കുകയോ കച്ചവടം നടത്തുകയോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയോ ചെയ്യുന്ന സ്ഥലത്തല്ലെങ്കിൽ കേസിനാസ്പദമായ കാരണം ഉണ്ടായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കോ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിക്കോ സംരക്ഷണ ഉത്തരവും മറ്റു ഉത്തരവുകളും നൽകുന്നതിനും കുറ്റവിചാരണ നടത്തുന്നതിനും അധികാരമുണ്ടായിരിക്കുന്നതാണ്. നോക്കുക, അതായത് സങ്കടക്കാരിയായ ആളോ എതിർകക്ഷിയോ സ്ഥിരമായോ താൽക്കാലികമായോ താമസിക്കുകയോ കച്ചവടം നടത്തുകയോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയോ ചെയ്യുന്ന സ്ഥലത്ത്, അതല്ലെങ്കിൽ കേസിനാസ്പദമായ കാരണമുണ്ടായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കോ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിക്കോ സംരക്ഷണ ഉത്തരവും മറ്റു ഉത്തരവുകളും നൽകുന്നതിനും കുറ്റവിചാരണ നടത്തുന്നതിനും അധികാരമുണ്ടായിരിക്കും എന്നതാണ് പറയുന്നത്. ഇനി മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ സങ്കടക്കാരിക്കോ എതിർകക്ഷിക്കോ ആർക്കാണ് ഉത്തരവിന്റെ പകർപ്പ് അവസാനം ലഭിച്ചത് ആ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ സങ്കടക്കാരിക്കോ എതിർകക്ഷിക്കോ ആർക്കാണ് ഉത്തരവിന്റെ പകർപ്പ് അവസാനം ലഭിച്ചത് ആ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാം. എതിർകക്ഷി സംരക്ഷണ ഉത്തരവോ ഒരു ഇടക്കാല സംരക്ഷണ ഉത്തരവോ ലംഘിക്കുന്നത് ഈ ആക്ട് പ്രകാരമുള്ള ഒരു കുറ്റമായിരിക്കുന്നതും 1 വർഷം വരെയാകുന്ന തടവോ 20,000 രൂപ പിഴയോ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. അതായത് എതിർകക്ഷി സംരക്ഷണ ഉത്തരവോ ഒരു ഇടക്കാല സംരക്ഷണ ഉത്തരവോ ലംഘിക്കുന്നത് ഈ ആക്ട് പ്രകാരമുള്ള കുറ്റമായിരിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ അല്ലെങ്കിൽ ഇടക്കാല സംരക്ഷണ ഉത്തരവ് വന്നാൽ അത് ലംഘിച്ചാൽ ഈ ആക്ട് പ്രകാരം കുറഞ്ഞത് 1 വർഷം വരെയാവുന്ന തടവോ 20,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടുന്നതാണ്. ഇനി മജിസ്ട്രേറ്റ് ചാർജ് തയ്യാറാക്കുമ്പോൾ സ്ത്രീധന നിരോധന ആക്ട് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498A വകുപ്പ് പ്രകാരവുമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ചാർജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സംരക്ഷണ ഉത്തരവ് ലംഘിച്ചത് സംബന്ധിച്ച വിചാരണ കഴിവതും ഉത്തരവ് പുറപ്പെടുവിച്ച മജിസ്ട്രേറ്റ് തന്നെ നടത്തേണ്ടതാണ് എന്ന് കൂടി പറയുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള സംരക്ഷണ ഉത്തരവ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണോ വിചാരണ ചെയ്ത് ആ മജിസ്ട്രേറ്റ് തന്നെ നടത്തേണ്ടതാണ്. ഇനി സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നത് പോലീസ് നടപടി സ്വീകരിക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റമാണ്. സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നത് പോലീസ് നടപടി സ്വീകരിക്കാം, അതും അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാതിരിക്കുന്ന കുറ്റമാണ്. മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച സംരക്ഷണ ഉത്തരവ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ നടപ്പിലാക്കുന്നതിന് വിസമ്മതിക്കുകയോ തന്റെ കർത്തവ്യം നിർവഹിക്കുന്ന വീഴ്ച വരുത്തുകയോ ചെയ്താൽ 1 വർഷം വരെയാകുന്ന തടവോ 20,000 രൂപ പിഴയോ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കാവുന്നതാണ്.
അതായത് ഈ ഒരു സംരക്ഷണ ഉത്തരവ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ നടപ്പിലാക്കുന്നതിൽ വിസമ്മതിക്കുകയോ തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താലും ഇതേ 1 വർഷം തടവോ 20,000 രൂപ പിഴയോ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കാവുന്നതാണ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇനി സവിശേഷം ഈ നിയമത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. ഒന്ന്, പീഡനരഹിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സ്ത്രീകൾക്ക് അവകാശത്തെ ഊട്ടിയുറപ്പിക്കുന്നു. മറ്റു നിയമങ്ങൾ സ്ത്രീകൾക്ക് പൊതുവിലോ ഭാര്യയ്ക്കോ സംരക്ഷണം നൽകുമ്പോൾ ഈ നിയമം ഗാർഹിക ബന്ധത്തിൽപ്പെട്ട ഏതൊരു സ്ത്രീക്കും, അത് അമ്മയോ ഭാര്യയോ മകളോ സഹോദരിയാകട്ടെ, സംരക്ഷണം നൽകുന്നു. അതായത് ഭാര്യയ്ക്ക് മാത്രമല്ല, ഇവിടെ അമ്മയോ ഭാര്യയോ മകളോ സഹോദരി ആർക്കും സംരക്ഷണം നൽകുന്നു. മറ്റു നിയമങ്ങൾ പ്രതിയെ ശിക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ നിയമം പ്രശ്നപരിഹാരത്തിനും സ്ത്രീയുടെ സംരക്ഷണത്തിനും ഊന്നൽ നൽകുന്നു. തന്റെ പുരുഷ ബന്ധുക്കൾക്കെതിരെ പരാതി കൊടുത്ത ശേഷവും പങ്കുപറ്റുന്ന വീട്ടിൽ തന്നെ സ്ത്രീക്ക് താമസിക്കാനുള്ള അവകാശവും ഉറപ്പു നൽകുന്നു. പോലീസ് അധികാരികളെ കൂടാതെ പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാക്കൾ എന്നീ അധികാരികളുടെ സേവനം ഈ നിയമം ലഭ്യമാക്കുന്നു. അതായത് പോലീസ് അധികാരികളെ കൂടാതെ പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാക്കൾ എന്നീ അധികാരികളുടെ സേവനവും ഈ നിയമം ലഭ്യമാക്കുന്നുണ്ട്. നീതി വേഗത്തിൽ ലഭ്യമാക്കുന്നു. ഈ ആക്ടിലെ 12-ാം വകുപ്പ് പ്രകാരം പരാതിയിൽ കഴിവതും 60 ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. അതായത് ഈ ആക്ടിൽ ഒരു 12-ാം വകുപ്പ് പറയുന്നുണ്ട്. ആ വകുപ്പ് എന്ത് പറയുന്നു? പരാതിയിൽ കഴിവതും 60 ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് 2 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണം. പിന്നെ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ 2 ഘട്ടങ്ങളായി പ്രയോഗിക്കപ്പെടുന്നുണ്ട്. 12-ാം വകുപ്പ് പ്രകാരമുള്ള പരാതിയിൽ മജിസ്ട്രേറ്റിന് സിവിൽ ഉത്തരവുകൾ പാസാക്കാം. ഈ ഉത്തരവ് ലംഘിച്ചാൽ ക്രിമിനൽ നടപടികൾ കൈക്കൊണ്ട് തടവ് ശിക്ഷയ്ക്കോ പിഴ ശിക്ഷയ്ക്കോ പ്രതിയെ വിധേയനാക്കാം എന്നും പറയുന്നു. ഇനി ഭാര്യാത്വത്തിന്റെയും മറ്റു രീതിയിൽ അസാധുവായ വിവാഹങ്ങളുടെയും ഇരകൾക്കും വിവാഹം ചെയ്യാതെ ഭാര്യാഭർത്തൃബന്ധം പുലർത്തുന്ന സ്ത്രീകൾ പങ്കാളിക്കും മറ്റൊരു നിയമത്തിലും കാണാത്ത തരത്തിൽ സംരക്ഷണം ഇവിടെ ലഭിക്കുന്നു. ഒരേ നിയമത്തിൽ തന്നെ പലതരം പരിഹാരങ്ങൾ, സംരക്ഷണ ഉത്തരവ്, സാമ്പത്തിക നിവൃത്തികൾ, താമസിക്കാനുള്ള ഉത്തരവ് മുതലായവ നൽകുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഇനി എന്താണ് ഗാർഹിക പീഡനം എന്നാൽ? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയുടെ ആരോഗ്യത്തിനോ സുരക്ഷിതത്വത്തിനോ അവയവത്തിനോ ജീവനോ മാനസികമോ ശാരീരികമോ ക്ഷേമത്തിനോ ഹാനി വരുത്തുകയോ ക്ഷതപ്പെടുത്തുകയോ അപായപ്പെടുത്തുകയോ അങ്ങനെ ചെയ്യുന്നതിന് ഒരുങ്ങുകയോ ചെയ്യുന്നതും ശാരീരിക ദുരുപയോഗവും ലൈംഗിക ദുരുപയോഗവും വാക്കാലും വൈകാരികവുമായുള്ള ദുരുപയോഗവും സാമ്പത്തിക ദുരുപയോഗവും ഉൾപ്പെടുന്നതും അല്ലെങ്കിൽ സ്ത്രീധനത്തിനോ മറ്റു സ്വത്തിനോ മൂല്യമുള്ള ഈടിനോ വേണ്ടിയോ ഏതെങ്കിലും അന്യായമായ ആവശ്യം നിറവേറ്റുന്നതിന് അവളെയോ അവളോട് മറ്റേതെങ്കിലും വ്യക്തിയെ നിർബന്ധിക്കുക എന്ന ഉദ്ദേശത്തോടെ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയെ പീഡിപ്പിക്കുകയോ ഹാനി വരുത്തുകയോ ക്ഷതപ്പെടുത്തുകയോ അപായപ്പെടുത്തുകയോ ചെയ്യുന്നതും അല്ലെങ്കിൽ മുൻ എ ഖണ്ഡികയിലെ ബി ഖണ്ഡികയിലോ പരാമർശിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയെയോ അവളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയെ മറ്റേതെങ്കിലും വിധത്തിൽ ശാരീരികമായോ മാനസികമായോ ക്ഷതപ്പെടുത്തുകയോ ഹാനി വരുത്തുകയോ ചെയ്യുന്ന തരത്തിലുള്ള എതിർകക്ഷിയുടെ പ്രവൃത്തിയെ ഉപേക്ഷയോ പെരുമാറ്റമോ ഗാർഹിക പീഡനമായി തീരുന്നതാണ് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതൊന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നവരാണ് എതിർകക്ഷിയുമായി ഗാർഹിക ബന്ധമുള്ളതോ ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതോ ആയതും എതിർകക്ഷി ഏതെങ്കിലും തരത്തിൽ ഗാർഹിക പീഡനം നടത്തുന്നു ആരോപിക്കുന്നതുമായ ഏതൊരു സ്ത്രീക്കും ഇതിന്റെ സംരക്ഷണം ലഭിക്കും. അതുപോലെ ജന്മനാലുള്ള ബന്ധത്തിൽപ്പെട്ടവർക്കും മകൻ അമ്മയെയോ അച്ഛൻ മകളെയോ സഹോദരൻ സഹോദരിയോ പീഡിപ്പിച്ചാൽ, അതുപോലെ വിവാഹ ബന്ധത്തിൽപ്പെട്ടവർക്കും ഭാര്യയെ ഭർത്താവോ ഭർത്താവിന്റെ സ്ത്രീ പുരുഷ ബന്ധുക്കളോ പീഡിപ്പിച്ചാൽ, വിവാഹ സമാനമായ ബന്ധത്തിൽപ്പെട്ടവർക്കും വിവാഹിതരല്ലാതെ ലൈംഗിക ബന്ധം പുലർത്തി ജീവിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിലോ സ്ത്രീ പങ്കാളിയോ പുരുഷ പങ്കാളിയോ അയാളുടെ സ്ത്രീ പുരുഷ ബന്ധുക്കളോ പീഡിപ്പിച്ചാൽ, ദത്തെടുക്കലിലൂടെയുള്ള ബന്ധത്തിൽപ്പെട്ടവർക്കും ദത്തുപുത്രിയെ വളർത്തച്ഛനോ ദത്തുപുത്രൻ വളർത്തമ്മയെയോ പീഡിപ്പിച്ചാൽ, കുടുംബ ബന്ധത്തിൽപ്പെട്ടവർക്കും മരുമകളെ അമ്മാവനോ വല്യമ്മയോ മകനോ അമ്മൂമ്മയോ പേരക്കുട്ടിയോ പീഡിപ്പിച്ചാൽ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും ദത്തെടുത്തതോ പരജാതയോ വളർത്തുന്നതോ ആയ ആർക്കും, ഇനി കൂടാതെ വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അവിവാഹിതകൾ, രണ്ടാനമ്മ മുതലായവർക്കും ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഒന്നോർത്ത് വെക്കുക. അതായത് ഈ ഇതിൽ വിധവകൾക്കുണ്ട്, പിന്നെ വിവാഹമോചിതരായ സ്ത്രീകൾ, അവിവാഹിതകൾ, രണ്ടാനമ്മ മുതലായവർക്കും ഈ നിയമത്തിൽ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്ക്, ഇത് പഠിച്ചേക്കണം, ചോദിക്കും. ഈ നിയമം സ്ത്രീക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഈ നിയമത്തെയും ഇത് പ്രകാരമുള്ള അവകാശങ്ങളെയും പരിഹാരങ്ങളെയും കുറിച്ച് അറിവ് പകരാൻ 14 ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും സേവനദാതാക്കളുടെയും സഹായം ലഭിക്കാനുള്ള അവകാശമുണ്ട്. മറ്റൊന്ന്, അപേക്ഷ അല്ലെങ്കിൽ പരാതി നൽകാൻ പ്രൊട്ടക്ഷൻ ഓഫീസറുടെയോ സേവനദാതാക്കളുടെയോ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെയോ സഹായം തേടാനുള്ള അവകാശം.
ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീക്കോ അവരുടെ കുട്ടിക്കോ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം. സ്ത്രീയോ അവരുടെ കുട്ടിയോ അഭിമുഖീകരിക്കുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നും സംരക്ഷണത്തിനും അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾക്കുമുള്ള ഉത്തരവുകൾ നേടുവാനുള്ള അവകാശം. പീഡനം അനുഭവിച്ച വീട്ടിൽ തന്നെ സമാധാനപൂർവ്വം താമസിക്കാനുള്ള അവകാശം. സ്ത്രീയുടെ സ്ത്രീധനവും സ്വർണ്ണാഭരണങ്ങളും മറ്റ് വ്യക്തിപരമായ വസ്തുക്കളും തിരിച്ചു കിട്ടാനുള്ള അവകാശം. മെഡിക്കൽ സഹായം, അഭയം, കൗൺസിലിംഗ്, നിയമസഹായം എന്നിവയ്ക്കുള്ള അവകാശം. പീഡനം മൂലമേറ്റ ശാരീരിക മാനസിക പീഡനത്തിനോ സാമ്പത്തിക നഷ്ടത്തിനുള്ള നഷ്ടപരിഹാരത്തിനുള്ള അവകാശം. മെഡിക്കൽ റിപ്പോർട്ടുകളുടെയോ പരാതിയുടെയോ അപേക്ഷയുടെയോ പീഡനത്തിനെതിരെ ഏതെങ്കിലും അധികാരി മുമ്പാകെ രേഖപ്പെടുത്തിയ ഏതെങ്കിലും പ്രസ്താവനയുടെയോ പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവകാശം. ഏതെങ്കിലും അപായ ഭീഷണി ഉണ്ടായാൽ പ്രൊട്ടക്ഷൻ ഓഫീസറുടെയോ സേവനദാതാക്കളുടെയോ സഹായത്തോടെ രക്ഷ നേടാനുള്ള അവകാശം എന്നിവ ഒരു സ്ത്രീക്ക് ഉണ്ടെന്ന് നോക്കുക. ഇനി ലഭിക്കുന്ന സേവനങ്ങൾ: ഒന്ന്, അഭയകേന്ദ്രങ്ങളിൽ സൗജന്യമായി താമസിക്കുവാനുള്ള സൗകര്യം. നിയമസഹായം: ജില്ലാ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിലൂടെ സൗജന്യ നിയമസഹായം. ചികിത്സാ സംവിധാനം: എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികളിലും സൗജന്യ ചികിത്സാ സഹായം. കൗൺസിലിംഗ്: മജിസ്ട്രേറ്റിന് കേസിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ എതിർകക്ഷിയെയോ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെയോ ഒറ്റയ്ക്കോ കൂട്ടായോ കൗൺസിലിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം ഒരു സ്ത്രീ കൗൺസിലർ മുഖേന കൗൺസിലിംഗ് നടത്താൻ നിർദ്ദേശിക്കാം. പിന്നെ വെൽഫെയർ എക്സ്പെർട്ട്: ഈ നിയമപ്രകാരമുള്ള നടപടികൾ നടത്തുവാൻ മജിസ്ട്രേറ്റ് സഹായം തേടുന്ന പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ ഒരു ബന്ധുവോ ബന്ധുവല്ലാത്തതോ കുടുംബക്ഷേമ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിയോ ആണ് വെൽഫെയർ വിദഗ്ധൻ. അത് കഴിയുന്നത് ഒരു സ്ത്രീ ആയിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ഇനി അപേക്ഷ നൽകേണ്ട രീതിയാണ്. 12ാം വകുപ്പ് പ്രകാരമുള്ള അപേക്ഷ ഈ നിയമത്തിന്റെ ഫോം 2 പ്രകാരം ആയിരിക്കണം. ഈ മാതൃകയിൽ അപേക്ഷ തയ്യാറാക്കാൻ പീഡിപ്പിക്കുന്ന സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ സഹായം തേടാവുന്നതാണ്. അതിൽ സ്ത്രീ ആവശ്യപ്പെടുന്ന ഉത്തരവ് വായിച്ചു കേൾക്കുക നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇനി കോടതി നൽകുന്ന ഉത്തരവുകൾ എന്തൊക്കെ? പീഡനത്തിൽ നിന്നും സ്ത്രീയെ സംരക്ഷിക്കും താഴെ പറയുന്ന ഉത്തരവുകൾ കോടതിക്ക് പുറപ്പെടുവിക്കാം. സംരക്ഷണ ഉത്തരവ്, പാർപ്പിടത്തിനുള്ള ഉത്തരവ്, സാമ്പത്തിക നിവൃത്തിക്കുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്. വളരെ ഇമ്പോർട്ടന്റ് ആയി, പീഡനത്തിൽ നിന്ന് സ്ത്രീയെ രക്ഷിക്കുന്നതിന് താഴെ പറയുന്ന ഉത്തരവുകൾ: സംരക്ഷണ ഉത്തരവ്, പാർപ്പിടത്തിനുള്ള ഉത്തരവ്, സാമ്പത്തിക നിവൃത്തിക്കുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്. ഈ 5 എണ്ണം പഠിച്ചു വെക്കണം, ചോദിക്കും. പിന്നെ ചില പ്രത്യേക ഉത്തരവുകൾ: മദ്യപിക്കരുത് മുതലായ ഉത്തരവുകളും പുറപ്പെടുവിക്കാം. പ്രത്യേക ഉത്തരവ്. ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. എതിർകക്ഷിയെ കേൾക്കാതെ തന്നെ എക്സ് പാർട്ടി ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. എതിർ പാർട്ടിയെ കേൾക്കുന്ന എക്സ് പാർട്ടി ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. ഇതാണ് കോടതി നൽകുന്ന ഉത്തരവുകൾ എന്ന് പറയുന്നത്. ഒന്ന്, പീഡനത്തിൽ നിന്നും സ്ത്രീയെ രക്ഷിക്കുന്നതിന് താഴെ പറയുന്ന ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. സംരക്ഷണ ഉത്തരവ്, പാർപ്പിടത്തിനുള്ള ഉത്തരവ്, സാമ്പത്തിക നിവൃത്തിക്കുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്. പിന്നെ ചില പ്രത്യേക ഉത്തരവുകൾ: മദ്യപിക്കരുത് മുതലായ ഉത്തരവുകൾ, ഇടക്കാല ഉത്തരവുകൾ, എതിർകക്ഷിയെ കേൾക്കാതെ തന്നെ നൽകാവുന്ന എക്സ് പാർട്ടി ഉത്തരവുകൾ എന്നിവ കോടതിക്ക് നൽകാവുന്ന ഉത്തരവുകളാണ്. ഇനി ഉത്തരവുകളുടെ കാലാവധി: പീഡിതയായ സ്ത്രീ ഇനി ഇവ തുടരേണ്ടതില്ല എന്ന് ആവശ്യപ്പെടുന്നത് വരെ കോടതി ഉത്തരവുകൾ നിലനിൽക്കും. എന്നാൽ പീഡിതയായ സ്ത്രീയോ എതിർകക്ഷിയോ നൽകിയ അപേക്ഷ പ്രകാരം സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ ഉണ്ടായതിനാൽ പ്രസ്തുത ഉത്തരവിൽ ഏതെങ്കിലും മാറ്റമോ ഭേദഗതിയോ വരുത്താമെന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടാൽ രേഖാമൂലം കാരണം കാണിച്ച് കോടതിക്ക് ഉചിതമായ ഉത്തരവ് നൽകാം. ഇനി ഉത്തരവ് ലംഘിക്കപ്പെട്ടാൽ അത് ഈ നിയമത്തിന്റെ 31, 32 വകുപ്പുകൾ പ്രകാരം പോലീസിന് നേരിട്ട് നടപടിയെടുക്കാവുന്നതും ജാമ്യം കിട്ടാത്തതുമായ ഒരു കുറ്റകൃത്യമാണ്. ഇങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതും മറ്റേതൊരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റം പോലെ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ഇതുകൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട മറ്റു വകുപ്പുകൾ പ്രകാരമുള്ള FIR രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. ഉത്തരവുകളുടെ പകർപ്പ് സൗജന്യമായി കിട്ടാൻ പരാതി നൽകിയ സ്ത്രീക്കും എതിർകക്ഷിക്കും ചാർജുള്ള പോലീസ് ഓഫീസർക്കും കോടതിയുടെ അധികാരപരിധിയിലുള്ള സേവനദാതാക്കൾക്കും ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ സേവനദാതാക്കൾക്കും ഉത്തരവിന്റെ ഒരു പകർപ്പ് സൗജന്യമായി നൽകാൻ മജിസ്ട്രേറ്റ് ഉത്തരവിടാവുന്നതാണ്. 24ാം വകുപ്പ് പ്രകാരം. അപേക്ഷയുമായുള്ള അപ്പീൽ സമർപ്പിക്കേണ്ടത് എവിടെ? അപ്പീലുകൾ സെഷൻസ് കോടതി മുമ്പാകെയാണ് സമർപ്പിക്കേണ്ടത്. ഈ മജിസ്ട്രേറ്റിനുള്ള അപ്പീൽ എവിടെ സമർപ്പിക്കണം? സെഷൻസ് കോടതി മുമ്പാകെ സമർപ്പിക്കണം. സെഷൻസ് കോടതി. അത് പീഡിതയായ സ്ത്രീക്കോ എതിർകക്ഷിക്കോ ആർക്കാണ് അവസാനം ഉത്തരവ് ലഭിച്ചത് ആ തീയതി മുതൽ 30 ദിവസത്തിനകം നൽകേണ്ടതാണ്. 29ാം വകുപ്പ് പ്രകാരമാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഗാർഹിക പീഡനം എന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. കൃത്യമായി പഠിച്ചു വെക്കുക, കൃത്യമായി ഓർത്തു വെക്കുക. നമുക്ക് 2 ചോദ്യങ്ങളൊക്കെ ഒരു പരീക്ഷയ്ക്ക് വരുവാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു 100 പേർക്ക് മുകളിലേക്ക് എത്തും. 100 പേരിനേക്കാൾ മുകളിലെത്തും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 1 മാർക്ക് പോലും ഈ ഒരു ഭാഗത്ത് നമ്മൾ കളയാൻ പാടില്ല. കൃത്യമായി പഠിക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഓക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൊടുക്കുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്